എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസ ആഘോഷ പരിപാടികളുടെ ഇനി രാമായണ മാസം അവസാനിക്കാൻ 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ദിവസേന രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശേഷ പരിപാടികളായി നമ്മൾ 4 ആഴ്ചകളിലായി 4 മഹൽ വ്യക്തികളുടെ പ്രഭാഷണം ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്താൻ നമ്മുടെ ഭാഗ്യം നമ്മൾ കിട്ടിയിരിക്കുന്നത് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്, പാലയിൽ മഠം, ആലപ്പുഴ ഒറ്റപ്പാലം. അദ്ദേഹം ഒറ്റപ്പാലം ആണ് ഈ മഠം സ്ഥാപിച്ച അവിടെ ഉള്ളത്. അദ്ദേഹം ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോട്ട് നിന്നോട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടന്നു വരുന്ന എല്ലാവർക്കും നിന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സ്വാമി. പാലക്കാട് ജില്ല മാത്രമല്ല, കേരളത്തിലെ അങ്ങനെ എല്ലാ ഭാഗത്തും, തിരുവനന്തപുരം മുതൽ കണ്ണൂർ അങ്ങനെ അറ്റം വരെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ അദ്ദേഹത്തിന്റെ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയത്തക്ക വേറൊരു കാര്യം, അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു വൈദ്യ ശാസ്ത്രജ്ഞൻ കൂടിയാണ്, വൈദ്യൻ കൂടിയാണ്. അതായത് ആയുർവേദത്തിന് നല്ല ഡോക്ടറായിരുന്നു അദ്ദേഹം. വളരെ നല്ല ചികിത്സാ സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ ഏത് തരം രോഗങ്ങളെയും മാറ്റുന്ന തരത്തിലുള്ള കഴിവുള്ള അദ്ദേഹമാണ് അദ്ദേഹം. അതും അങ്ങനെ തിരക്ക് പിടിച്ച പരിപാടികളുടെ ഇടയിൽ നമ്മുടെ ഈ പരിപാടികളിലേക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ സമയം സമ്മതിച്ച് ഇവിടെ സന്നിഹിതനായ പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് വളരെ ആദരവോടുകൂടി ഞങ്ങൾ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഈ നമ്മുടെ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ആസ്പദമാക്കി നമ്മുടെ രാജ്യങ്ങളുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് സമിതിയുടെ ഉപകാരമായി ഒരു പരാതി ചാർത്താൻ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ മേധാവി ക്ഷണിക്കുന്നു. നമസ്കാരം. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, രാമായണത്തെ അവലംബിച്ച് പ്രസിദ്ധങ്ങളായ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത് കേട്ടു. അവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന വഴിയിൽ എന്തെങ്കിലും സംശയം വന്നാൽ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾക്ക് തിരിച്ചെന്നോട് ചോദിക്കാവുന്നതാണ്. രാമായണം അനേക വർഷങ്ങളായി നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. ആ ഒരു തലത്തിൽ രാമായണം ഏതാണ്ട് കേരളീയർ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞൊരു കൃതിയായിരിക്കണം. ആദിരാമായണമെന്നറിയപ്പെടുന്നത് നാരദ രാമായണമാണ്. തുടർന്ന് നാരദനിൽ നിന്ന് സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് വാൽമീകി മഹർഷിയാൽ പ്രണീതമായ 32,000 ശ്ലോകങ്ങളോടുകൂടിയ യോഗവാസിഷ്ഠവും 24,000 ശ്ലോകങ്ങളോടുകൂടിയ രാമായണവും ചേർന്ന് വാൽമീകി രാമായണം അതിബൃഹത്തായൊരു കൃതിയാണ്. ആ വാൽമീകി രാമായണത്തെ അവലംബിച്ചുകൊണ്ട് ശിവപാർവതി സംവാദ രൂപത്തില് ശ്രദ്ധേയമായ ഒരു മൂലരാമായണം അധ്യാത്മരാമായണം എന്ന പേരിലുണ്ട്. അതിന്റെ പ്രചാരമാണ് ലോകത്ത് കൂടുതലുണ്ടായിട്ടുള്ളത്, വാൽമീകി രാമായണത്തിൻ്റെതല്ല.
ആ അധ്യാത്മരാമായണ മൂലത്തെ അവലംബിച്ച് ഭാരതീയ ഭാഷകളിൽ, തെക്കും വടക്കുമുള്ള ഭാരതീയ ഭാഷകളിൽ ഒട്ടനേകം ഭക്തികാവ്യങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശ്രദ്ധേയമായൊരു പതിപ്പാണ് അധ്യാത്മരാമായണം മൂലത്തെ ഉപജീവിച്ചുകൊണ്ടും പല സന്ദർഭങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടും ഭക്തിയുടെ ആന്തോളനത്തിൽപ്പെടുമ്പോൾ സ്വന്തം മനസ്സിനെ പ്രകടിപ്പിച്ചുകൊണ്ടും എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ള ഭാഷാരാമായണം. അതായിരിക്കും നിങ്ങളിവിടെ അവലംബമാക്കി പഠിക്കുന്നത്. അതല്ല അധ്യാത്മരാമായണം മൂലമോ വാൽമീകി രാമായണമോ ആണെങ്കിൽ ഞാൻ അതിൽ കൂടെ സഞ്ചരിക്കാം. നിങ്ങളുടെ സംഘാടകർ രാമായണത്തിലെ രാവണൻ എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണാന്തർഗതനായ രാവണനെയാണോ, അധ്യാത്മരാമായണം മൂലാനുസാരിയായ രാവണനെയാണോ, എഴുത്തച്ഛനാൽ പ്രണീതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ടില് രംഗപ്രവേശം ചെയ്യുന്ന രാവണനെയാണോ എന്നറിഞ്ഞിട്ട് പറയുന്നത് കൂടുതൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈഷദ്ഭേദം ഇവയൊക്കെ തമ്മിലുണ്ടാവും. എന്നിരുന്നാലും രാമായണത്തെ അവലംബിച്ച് ഞാൻ രാവണനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമോ? നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോകുന്ന രാമായണ സന്ദേശം പാശ്ചാത്യ നാടകകാരന്മാരെയും പാശ്ചാത്യ സാഹിത്യകാരന്മാരെയും അവലംബിച്ച് ഭാരതീയ സാഹിത്യ രംഗത്ത് വളർന്നു വന്ന ആധുനിക സാഹിത്യത്തിന്റെ നിലവാരത്തോടും സമറ്റിക് ചിന്താരീതിയോടും ചേർത്തുവെച്ച് ആധുനിക സാഹിത്യ അന്തർഗതമായ നായകനും വില്ലനുമായി പിരിയുന്ന സങ്കേതങ്ങളിലൂടെ നിങ്ങളുടെ അന്തർഗതങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു രാവണനെ വേണമോ ഞാൻ അവതരിപ്പിക്കുവാനെന്ന് അറിഞ്ഞിട്ട് തുടങ്ങുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള രാമനും രാവണനും ഒന്നും വാൽമീകിയുടെയോ വ്യാസന്റെയോ എഴുത്തച്ഛന്റെയോ അന്തർഗതങ്ങളിലെ രാമനും രാവണനും ഒന്നുമല്ല. പത്രമാസികകൾ വായിക്കുമ്പോൾ അവരവതരിപ്പിക്കുന്ന രാമായണ കഥാപാത്രങ്ങളൊന്നും രാമായണ അന്തർഗതങ്ങളിൽ നിന്നല്ല, സ്വകപോല കൽപ്പിതങ്ങളാണ് പലതും. ഞാനും അതുപോലെ നിങ്ങളുടെ സങ്കല്പത്തിലെല്ലാം വളർന്നു നിൽക്കുന്ന ഒരു രാമനെയും രാവണനെയും പരിചയപ്പെടുത്തി നിങ്ങളും ഞാനും രാമനെയും രാവണനെയും അറിഞ്ഞു എന്ന് സമാധാനിച്ച് വീട്ടിലേക്ക് പോകണമോ? അതല്ല നിങ്ങളുടെ പഠിപ്പിന് സംഘർഷമുണ്ടാക്കി രാമായണ അന്തർഗതനായ രാവണനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പോകണമോ? ഉത്തരം കിട്ടിയാൽ എനിക്ക് എളുപ്പമുണ്ട്. എങ്കിൽ നിങ്ങൾ വിഷമിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. എങ്കിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അധ്യാത്മരാമായണത്തിലെ മൂലത്തിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും രാവണനെ നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത് ശൂർപ്പണഖ രാവണന്റെ അടുക്കൽ എത്തുമ്പോൾ മാത്രമാണ്. രാമായണം കയ്യിലുണ്ടെങ്കിൽ തുറന്നു വെച്ചോളുക. ഞാൻ വല്ലതും എന്റെ സ്വന്തമായി പറഞ്ഞുവെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പോലുമില്ല, നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, രാവണൻ രംഗപ്രവേശം ചെയ്യുന്നത് ആദ്യം അനുവാചക ഹൃദയങ്ങൾക്ക് മുമ്പിൽ
രാവണനെ ഋഷികവി പ്രത്യക്ഷപ്പെടുത്തുന്നത് ഖരവധം കഴിഞ്ഞ് മൂക്കും മുലകളും ഛേദിക്കപ്പെട്ട് ആർത്തനാദം മുഴക്കി മല പോലെ തന്റെ മുമ്പിലെത്തുന്ന സഹോദരിക്ക് മുമ്പിലാണ്. അവൾ രാവണനോട് പറഞ്ഞത് എഴുത്തച്ഛന്റെ ഭാഷയിൽ, മൂലകാരന്റെ ഭാഷയിൽ ഏതാണ്ട് ഇപ്രകാരമാണ്: ഞാൻ ജനസ്ഥാനത്തിലൂടെ പോയിരുന്നു, അതിസുന്ദരിയായൊരു യുവതിയെയും ലോകോത്തരനായ ഒരു യുവാവിനെയും ഞാൻ കണ്ടിരുന്നു, കൂടെ മറ്റൊരു യുവാവും. ആ യുവതിക്ക് മുൻപിൽ പാർവതിയും ലക്ഷ്മിയും എല്ലാം നിസ്സാരയായിത്തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവൾ നിനക്ക് ഭാര്യയായിരുന്നാൽ അതുത്തമമാണെന്ന് കരുതി ഞാൻ അതിന് ശ്രമിച്ചതിന്റെ ഫലമാണ് എനിക്ക് വന്ന ഈ ദുര്യോഗം. നീ നീചമാനസനായി, മദ്യപാനാസക്തനായി, പരസ്ത്രീ സംഘിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അതുകൊണ്ട് എത്രയും വേഗത്തിൽ നീ അവളെ സ്വന്തമാക്കുക. അവൾ നിന്നോടുകൂടി ചേരുന്നത് വളരെ ഉത്തമമാണ്. സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ട് ആ സഹോദരി തന്റെ മൂക്കും മുലകളും ഛേദിച്ചപ്പോൾ ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും പോയി കണ്ടതും 14,000 സൈന്യത്തോടുകൂടി ഖരനും ദൂഷണനും ത്രിശിരസും രാമനും സീതയും ലക്ഷ്മണനും ഇരിക്കുന്ന ജനസ്ഥാനത്തിലേക്ക് ചെന്നതും 3.25 നാഴിക കൊണ്ട് സർവ സൈന്യങ്ങളോടും കൂടി ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും രാമൻ വെന്നതുമായ കഥ പറഞ്ഞു. ഒരുവിധം രാവണൻ സഹോദരിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടുകഴിഞ്ഞ്, മാനുഷനല്ല രാമൻ, ബ്രഹ്മാവർദ്ധിക്ക മൂലം മാനുഷനായി അവതരിച്ചിരിക്കുന്നു രാമൻ. എത്ര ഞാൻ ഇനി കാത്തിരിക്കണം ആ രാമനെ? എന്റെ അന്ത്യത്തിന് പ്രഭു എപ്പോഴാണ് എത്തുക? വൈകുണ്ഠരാജ്യം എനിക്ക് ആഗതമായല്ലോ. എന്നോർത്ത് രാത്രി ഉറങ്ങിയില്ല എന്നാണ് അധ്യാത്മരാമായണകാരൻ രാവണനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതല്ലാതെ മറ്റൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് ആ ഭാഗത്തിടയില്ല. ആ രാത്രി കഴിഞ്ഞു പുലർന്നപ്പോൾ രാവണൻ സ്വന്തമായി തേരോടിച്ച് നേരെ പോയത് മാരീചാശ്രമത്തിലേക്കാണ്. രാവിലെ കുളിയും തേവാരവും കഴിഞ്ഞു വന്ന മാരീചൻ കണ്ടത് രാവണനെയാണ്. ഓടി വന്ന് ആലിംഗനം ചെയ്തു, കുശലം പറഞ്ഞിരുത്തി. ആഗമനോദ്ദേശ്യം എന്താണെന്നും നേരിട്ട് വരാൻ കാരണം എന്താണെന്നും മാരീചൻ ചോദിച്ചു. അയോധ്യയിൽ ദശരഥന്റെ പുത്രനായി രാമനും ലക്ഷ്മണനും എന്ന 2 കുമാരന്മാരും അവരോടൊപ്പം സീതയും ദണ്ഡകാരണ്യത്തിൽ എത്തിയിരിക്കുന്നുവെന്നും നീ മായാമാനായി ചെന്ന് സീതയെ മോഹിപ്പിക്കണമെന്നും രാമലക്ഷ്മണന്മാരെ അകറ്റണമെന്നും ആ സമയത്ത് സീതയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നുകൊള്ളാമെന്നും രാവണൻ പറഞ്ഞു. രാമനെന്ന് കേട്ടപ്പോൾ തന്നെ മാരീചനൊന്ന് ഞെട്ടി. ആരാണ് നിന്നോടിത് പറഞ്ഞത്? അയാൾ നിന്റെ ബന്ധുവല്ല, നിന്റെ ശത്രുവാണ്. നിന്റെ അന്ത്യമുദ്ദേശിച്ചാണ് അയാൾ നിന്നോടിത് പറഞ്ഞത്. സ്വസ്ഥമായി രാജ്യം പോയി ഭരിക്കൂ, വേണ്ടാത്ത ചിന്തകളൊക്കെ ഉപേക്ഷിക്കൂ.
രാമനെ നിനക്കറിഞ്ഞുകൂടാ. രാജൻ, രമണി തുടങ്ങിയ രായിൽ ആരംഭിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പോലും ഇന്ന് ഞാൻ ഭയാക്രാന്തനാണ്. കാരണം പണ്ട് കൗശികയാഗ ഭൂമിയിൽ വെച്ച് രാമനുമായി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് രാമന്റെ ഒരു ബാണത്തിന്റെ എച്ചിലാണ് ഞാൻ. പിന്നീടൊരിക്കൽ, അത് എഴുത്തച്ഛന്റെ രാമായണത്തിലില്ല, മൂലത്തിൽ പോയി നിങ്ങൾക്ക് നോക്കാം. അധ്യാത്മരാമായണം മൂലം, വാൽമീകി രാമായണമല്ല. അധ്യാത്മരാമായണം മൂലത്തിലെ ഒരു സന്ദർഭം കൂടെ മാരീചൻ പറയുന്നുണ്ട്. എഴുത്തച്ഛൻ അത് വിട്ടുകളഞ്ഞിട്ടുണ്ട്. അന്ന് രാമനോട് തോന്നിയ ശത്രുത, രാമനെ നേരിടാൻ തീരുമാനിച്ച് കൂർത്ത കൊമ്പുകളുള്ള മൃഗമായി ആയിരക്കണക്കിന് അനുചരന്മാരായ മൃഗങ്ങളോടുകൂടി ഞാൻ രാമനെ നേരിടാൻ പോയതാണ്. അന്നൊരസ്ത്രം കൊണ്ട് ഞാൻ ചെന്ന് പതിച്ചത് കടലിലാണ്. പിന്നെ രാമനോടുള്ള വെറുപ്പ് നിർത്തി രാമനെ തന്നെ ധ്യാനിച്ച് ഞാനിവിടെ ഇങ്ങനെ കഴിയുകയാണ്. വേണ്ടാത്തതൊന്നും നീ വിചാരിക്കണ്ട. മാത്രവുമല്ല, മുനി നാരദൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, രാമന്റെ ആഗമനം തന്നെ ബ്രഹ്മാവർദ്ധിക്ക മൂലം നിന്റെ അന്ത്യത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് പോയി കിടന്ന് സുഖമായി ഉറങ്ങുക. അതിന് രാവണൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ബ്രഹ്മാവർദ്ധിച്ചിട്ട് സാക്ഷാൽ നാരായണൻ തന്നെയാണ് രാമനായി വന്നതെങ്കിൽ മൂഢമതേ, അത് തടയാൻ ആർക്കാണ് കഴിയുക? ഈശ്വര നിശ്ചയം ആരാലാണ് തടയുക? അത് തന്നെയല്ലേ നടക്കേണ്ടത്. ഈശ്വരഹിതത്തിനപ്പുറം എന്ത് നടത്താനാണ് യോഗ്യനാവുക? ഇനി നീ ഒന്നും പറയണ്ട, വേഗം പോയി സീതയെ മോഹിപ്പിക്കുക, അല്ലെങ്കിൽ എന്റെ വാളിന് ഊണാവുക. മാരീചൻ പോയി. ഇനി നാം രാവണനെ കാണുന്നത്, ഇടയിലുള്ള കഥകൾ ഞാൻ പറഞ്ഞ് നേരം കളയുന്നില്ല. എനിക്ക് പറയാനുള്ളത് വളരെ കൂടുതലുള്ള കാര്യമായതുകൊണ്ട് രാവണനെ മാത്രം ആസ്പദമാക്കിയുള്ള കഥ മതി എന്നുള്ളത് കൊണ്ട്, രാമൻ അകന്നു കഴിഞ്ഞ് മാരീചനെ രാമൻ അമ്പെയ്ത് മാരീചൻ നിലവിളിച്ച് ലക്ഷ്മണനും അകന്നു കഴിഞ്ഞ് അവിടെ അധ്യാത്മരാമായണത്തിൽ ഒരു സന്ദർഭം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ഞാൻ വീണ്ടും ആ കഥ പറയേണ്ടി വരും. മാരീചാശ്രമത്തിൽ നിന്ന് മാരീചൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ രാമൻ സീതയെ വിളിച്ചു. അധ്യാത്മരാമായണം മൂലത്തിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും, വാൽമീകി രാമായണത്തിലില്ല. ഇതൊക്കെ പോയി ഓരോ രാമായണവും വേറെ വേറെയാണ്. തപ്പുമ്പം വളരെ ശ്രദ്ധിച്ചു വേണം. സീതയെ വിളിച്ചു പറഞ്ഞു, സീതേ, ഇപ്പോൾ മാരീചനെത്തും, പുറകെ രാവണനും വരും. അതുകൊണ്ട് നീ നിന്റെ പ്രതിബിംബത്തെ നിർത്തി നീ വന്യമണ്ഡലത്തിങ്കൽ ഒളിക്കുക. രാവണവധം കഴിഞ്ഞ് വരുവോളവും നീ അഗ്നിയിൽ ഒളിച്ചിരിക്കുക. രാവണവധം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ചേരും. ഇത് ലക്ഷ്മണൻ അറിയണ്ട. പറഞ്ഞതുപോലെ സീത വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു. മായാസീതയെ തത്ര പർണശാലയിൽ നിർത്തി. കഴിഞ്ഞപ്പോഴേക്ക് മായാമാൻ എത്തി. മായാസീത മാനിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് രാമൻ മാനിന്റെ പിന്നാലെ പോയി. കുറച്ചു ദൂരം എത്തിക്കഴിഞ്ഞ് രാമന്റെ അമ്പേറ്റ് ആ മായാമൃഗം രാക്ഷസ രൂപം ധരിച്ച് ലക്ഷ്മണനെ വിളിച്ച് വിലപിച്ചു. സീതയുടെ ഭത്സനങ്ങൾ കേട്ട, മായാസീതയുടെ ഭത്സനങ്ങൾ കേട്ട, സീതയുടേതല്ല. സീത ലക്ഷ്മണനെ ഭത്സിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ധരിച്ചിട്ടുണ്ടാവുക. രാമായണത്തിൽ അങ്ങനെ ഇല്ല. മായാസീതയുടെ ഭത്സനങ്ങൾ കേട്ട ലക്ഷ്മണൻ രാമന്റെ അടുക്കലേക്ക് യാത്രയായി. ഈ സമയത്താണ് രാവണൻ വരുന്നത്. ഇവിടെ രാവണൻ മുമ്പിലെത്തി
ലക്ഷ്മണരേഖയില്ല. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രാമായണം 100 വട്ടം വായിച്ചാലും ലക്ഷ്മണൻ പോകുന്ന ഒരു രേഖ വരച്ചിട്ടാണെന്ന്. അത് ആ പുസ്തകത്തിലില്ല. ഒക്കെ പ്രത്യേകം ഓർക്കണം. ഞാൻ പറയുന്ന കഥയിൽ നിങ്ങളുടെ പുസ്തകത്തിൽ അതുണ്ടെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാം. ഒരു പുനർവായന കൂടെ നിങ്ങൾക്ക് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലവരും വായിച്ചിട്ടുള്ള രാമായണത്തിൽ ലക്ഷ്മണരേഖയുണ്ടെന്നാണ് നിങ്ങളുടെ ധാരണ. ശരിയല്ല. ഞാൻ പറയുന്നതൊന്നും ശരിയല്ല എന്ന് തോന്നുന്നു. അധ്യാത്മരാമായണ മൂലത്തിലോ എഴുത്തച്ഛന്റെ രാമായണത്തിലോ ലക്ഷ്മണൻ രേഖ വരയ്ക്കുന്നില്ല. ലക്ഷ്മണൻ നടന്നു പോകുന്നേ ഉള്ളൂ. സീതയുടെ ഭർസനം കേട്ട് ഇത്തരം തോന്നിയിടുവാൻ കാരണമെന്തേ ചണ്ഡി തിക്തികത്യന്തം നീചനാരികൾക്കെല്ലാം വനദേവതമാരെ കാത്തുകൊള്ളുക മനുവംശാധീശ്വര ഭക്തിയെ വഴി പോലെ എന്ന് പറഞ്ഞ് നടന്നു പോവാണ്. ശ്ലോകമൊക്കെ പറഞ്ഞ് നേരം കളയണ്ടെന്ന് വെച്ചാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതിയെന്ന് വിചാരിച്ച ആ ലക്ഷ്മണൻ പോയി കഴിഞ്ഞാണ് രാവണൻ വരുന്നത്. പർണശാലയ്ക്ക് മുമ്പിലെത്തിയ രാവണൻ സീതയോട് ചോദിച്ചത്, ഭവതി ഈ വനത്തിൽ തനിച്ചാരാണ്? എന്താണ് ഈ വനത്തിൽ വരുവാനുണ്ടായ കാരണം? എല്ലാം എന്നോട് പറഞ്ഞാൽ ഞാൻ എന്റെ വൃത്താന്തവും പറയാം. സീത സൗമ്യമധുരമായി പറഞ്ഞു, ദശരഥപുത്രനായി രാമൻ എന്നൊരാളുണ്ട്, കൂടെ ലക്ഷ്മണനും. അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വനവാസത്തിന് വന്നതാണ്. 14 വർഷം വസിക്കണം. ഞാൻ ആ രാമന്റെ ധർമ്മപത്നിയാണ്. രാവണൻ പറഞ്ഞു, ഞാൻ വിശ്രവസിന്റെ പുത്രനാണ്. രാവണനാണ് ഭവതിയിൽ മോഹിതനായി എത്തിയിരിക്കുകയാണ്. ഭവതിയെ കൊണ്ടുപോകാൻ വന്നതാണ്. സീത നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. തൊട്ടുകൂടുമോ കരിപത്നിയെ ശശത്തിന്? കൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ട, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. രാവണൻ സീത ഇരിക്കുന്ന സ്ഥലത്തോടുകൂടി തേരിലേറിപ്പോയി. ഇവിടെ മുതലാണ് രാവണ കഥ ശരിയായി ആരംഭിക്കുന്നത്. രാവണൻ സീതയെയും കരേറ്റി പോകുമ്പോൾ വഴിയിൽ ജടായു തടയാനെത്തി. രാവണന്റെ തേര് തകർത്തു, രാവണന്റെ വില്ല് തകർത്തു, രാവണന്റെ ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ചു. തേര് തകർന്ന് താഴെ വീണ് നിലത്തെത്തി സീതയും രാവണനും. വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ചന്ദ്രഹാസം എടുത്ത് ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞു. മറ്റൊരു തേര് സജ്ജമാക്കി രാവണൻ സീതയെയും കൊണ്ടുപോയി. സീതയെ ചൈത്രപ്രാസാദങ്ങളുള്ള അശോകവനിയിൽ ശിംശഭാവൃക്ഷ ചുവട്ടിൽ മാതൃഭാവേന ഇരുത്തി എന്നാണ് മൂലകാരൻ പറഞ്ഞിരിക്കുന്നത്. ഈ രാവണനെ നിങ്ങൾക്ക് ഒരിക്കലും പരിചയം ഉണ്ടാവില്ല. ഷേക്സ്പീരിയൻ നാടകങ്ങളും MTയുടെ നോവലുകളും വായിച്ച് വില്ലനിയും നായകത്വവും പഠിച്ച നിങ്ങൾ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ അന്തർഗതങ്ങളിലെ രാവണൻ നിങ്ങളുടെ രാവണനാണ്. വാൽമീകിയുടെയോ എഴുത്തച്ഛന്റെയോ അധ്യാത്മരാമായണകാരന്റെയോ രാവണനല്ല. എന്നെ വിളിച്ചത് തെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നു. മൂന്ന് സന്ദർഭങ്ങളെ ആയുള്ളൂ രാവണനുമായി ബന്ധപ്പെട്ട്. ഇനി എത്ര സന്ദർഭങ്ങളാണ് കിടക്കുന്നത്? തന്റെ തേരിലേറ്റി രാവണൻ സീതയെ കൊണ്ടുചെന്ന് ശിംശഭാവൃക്ഷച്ചുവട്ടിൽ ഇരുത്തിയ ഇരുത്തിനെ
അധ്യാത്മരാമായണം മൂലകാരൻ പറഞ്ഞത് മാതൃരൂപേണ എന്നാണ്. പരിചരിക്കാൻ ആളുകളെയും ഏർപ്പാടാക്കിയെന്നാണ്. ഇനി നമുക്ക് ഒരു മിനിറ്റ് രാവണനെ ഒന്ന് വിട്ടിട്ട് കിഷ്കിന്ധ കാണ്ഡത്തിന്റെ അന്ത്യത്തില് രാമൻ സീതാന്വേഷണത്തിന് നാനാദിക്കിലേക്കും സുഗ്രീവാജ്ഞയ വാനരന്മാരെ അയക്കുമ്പോൾ ആഞ്ജനേയനെയും അംഗദ നേതൃത്വമുള്ള ആ സമൂഹത്തെയും അയക്കുന്നത് മാത്രം ഒന്ന് ചെറുതായി ശ്രദ്ധിക്കാം. രാവണനോട് ബന്ധപ്പെട്ടത് അത് മാത്രമാണ്. അതുകൊണ്ട് അംഗദന്റെ സമൂഹം സീതാന്വേഷണത്തിനായി ഗന്ധമാദനത്തിലെത്തി. ആഞ്ജനേയനാണ് അവസാനം അതിന് നിയോഗിയായത്. അവിടെ മുതൽ മതി നമുക്ക്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശദമായി പഠിച്ചിരിക്കുക രാമായണത്തിലൂടെ എങ്കിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അങ്ങനെ പഠിക്കാനിടയില്ല ആധുനിക സമൂഹം. അതൊക്കെ പറഞ്ഞ് നേരം കളഞ്ഞാൽ എന്നെ നിങ്ങൾ ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തീകരിക്കില്ല. പൂർത്തീകരിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ആഞ്ജനേയൻ ലങ്കാലക്ഷ്മിയെ വധിച്ചു കഴിഞ്ഞ് സീതയെ അന്വേഷിക്കുകയാണ്. ഏതാണ്ട് ലങ്കാലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ആഞ്ജനേയൻ ഇപ്പോൾ അശോകവനിയിലെത്തിയിട്ടുണ്ട്. മൂലത്തിൽ ആഞ്ജനേയൻ ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ രാമായണ പഠനത്തിന്റെ അക്ഷരത്തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രാഹുൽ സാങ്കൃത്യായനന്റെയും DD കൊസാംബിയുടെയും ഒക്കെ രാമായണ പഠനങ്ങളെ അവലംബിച്ച് സ്കൂളുകളിലും കോളേജുകളിലും രാമരാവണ യുദ്ധത്തെ ആര്യദ്രാവിഡ സങ്കരമായി കണ്ട ഒരു സമൂഹത്തിന് ഒരു പ്രാവശ്യമെങ്കിലും രാമായണം വായിക്കാതെയാണ് ആ പണ്ഡിതന്മാർ കുറിച്ചു വെച്ചത് എന്ന് വ്യക്തമാകുന്ന ഒരു രംഗം ആഞ്ജനേയൻ ഓർമ്മിക്കുന്നുണ്ട്. സുന്ദരകാണ്ഡത്തില് അശോകവനിയിൽ വെച്ച് സീതയോട് ഏത് ഭാഷയിൽ സംസാരിക്കണം? പ്രൗഢ സംസ്കൃതത്തിൽ ഒരു വാക്കുപോലും പിഴവ് വരില്ലാത്ത പണ്ഡിതനായ ആഞ്ജനേയൻ സംസ്കൃതത്തിൽ സംസാരിച്ചാൽ രാവണൻ വേഷം മാറി വന്നതാണെന്ന് സീത ധരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോ രാവണന്റെ ഭാഷ സംസ്കൃതമാണ്, പ്രൗഢ സംസ്കൃതമാണ്. ആര്യഭാഷ ദ്രാവിഡനായ രാവണൻ സംസാരിക്കണം. ആര്യദ്രാവിഡ സങ്കരങ്ങളുടെ പഠനങ്ങൾ നടത്തുന്നവരുടെ ചിന്തയനുസരിച്ച് ഇത്രയും ബാലിശമാണ് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ PhDകളെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതെന്റെ വിഷയമല്ല, എങ്കിലും സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ ആഞ്ജനേയൻ അശോകവനിയിലെത്തി സീതയെ കണ്ടു. രാക്ഷസികളുടെ നടുക്ക് ശിംശപാവൃക്ഷച്ചുവട്ടിൽ രാമരാമേതി ജപിച്ചിരിക്കുന്ന സീതയെ കണ്ടു. ആ അശോകവനിയിലെ ചൈത്യപ്രാസാദം അത്ഭുതമുളവാക്കുന്നത് ആഞ്ജനേയൻ കണ്ടു. ആ ആഞ്ജനേയൻ ഇലച്ചാർത്തുകൾക്കിടയിൽ മെല്ലെ ഇരുന്ന് ആ രംഗമെല്ലാം നോക്കിയപ്പോൾ ഒരു കോലാഹലം കേട്ടു. വലിയ കോലാഹലത്തോടുകൂടി
ആടയാഭരണങ്ങളോടുകൂടി രാവണൻ പുറപ്പെടുന്നത് ആഞ്ജനേയൻ ഒളിച്ചിരുന്ന് കണ്ടു. അത് എഴുത്തച്ഛനും തർജ്ജമ ചെയ്തിട്ടുണ്ട്, മൂലകാരനും പറഞ്ഞിട്ടുണ്ട്. വലിയ വ്യത്യാസമില്ലാതെ എഴുത്തച്ഛൻ അവിടെ മൂലകാരനോട് യോജിച്ചിട്ടുണ്ട്. സീതയെ മാതൃരൂപേണ ഇരുത്തി എന്നത് എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തിട്ടില്ല. മൂലം നിങ്ങൾക്കെടുത്ത് നോക്കാം, നോക്കുകയും വേണം. കയ്യിലുണ്ടോ ആരുടെയെങ്കിലും? ഇല്ല. ഇവിടെ തൊട്ടടുത്ത് കൊല്ലംകോടുകാരനൊരു പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ മനോഹരമായ അന്വയാർത്ഥങ്ങളോടുകൂടിയ അധ്യാത്മരാമായണമുണ്ട്. നിങ്ങൾ ആ മഹാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിന്റിങ്ങിലുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പ്രസിദ്ധനായ രാമചന്ദ്രദേവ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. NBS ചെന്നാൽ കിട്ടും. ഇത് രണ്ടുമാണ് മലയാളത്തിലുള്ളത്. കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ നാട്. അതുകൊണ്ട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. എന്നിട്ടൊന്ന് മറിച്ചു നോക്കുക. കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഞാൻ കള്ളം പറഞ്ഞിട്ട് പോയി എന്ന് കരുതണ്ട. ചൂലുമായി നിങ്ങൾക്ക് വരാം. കാരണം ഇന്ന് പലപ്പോഴും ഉദ്ധരണികളൊക്കെ അവനവന്റെ കപോലകൽപിതങ്ങളായ കാലമാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. രാമായണത്തിൽ നിന്ന് തന്നെയല്ല സ്വാമിജി പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാം. ആ രാമായണത്തിൽ മൂലകാരനും അധ്യാത്മരാമായണം മൂലകാരനും, വാൽമീകി രാമായണം വേറെയാണ്, മറക്കരുത്. എഴുത്തച്ഛനും ഒരുപോലെ രാവണന്റെ ഈ പുറപ്പാട് കാണിക്കുന്നുണ്ട്. പരിവാരങ്ങളോടുകൂടി രാവണൻ വരുന്നത് കണ്ട് കീടവദ്ദേഹം പ്രാപിച്ചു മറച്ച് ആഞ്ജനേയനിരുന്നു. രാവണൻ തന്റെ അന്തർഗതങ്ങളിൽ വിചാരിക്കുന്നത് ആഞ്ജനേയൻ മനസ്സിലാക്കുന്നതായൊരു ഭാഗം അതിലുണ്ട്. രാവണന്റെ ബാഹ്യ ചേഷ്ടിതങ്ങളെക്കാൾ അസുലഭ പ്രഭയേന്തി നിൽക്കുന്ന ഒരന്തർഗതത്തെ ഈ ഭാഗത്ത് ആഞ്ജനേയൻ കാണുന്നതായി ആ ഭാഗത്തുണ്ട്. തലേ ദിവസം രാത്രിയിൽ രാവണൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ വൃത്താന്തമാണത്. സീതയെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ അശോകവനിയിൽ ഇരുത്തിയിട്ടും എന്തേ ഇനിയും പ്രഭുവായ രാമൻ സീതയെ അന്വേഷിച്ചു വന്നില്ല? എനിക്ക് മരണം അടുത്തില്ലെന്നുണ്ടോ? വൈകുണ്ഠദേശം എന്നാണ് ഞാൻ പ്രാപിക്കുക. സീതയെ അന്വേഷിച്ചൊരു വാനരനെത്തിയിട്ടുണ്ട് എന്ന് സ്വപ്നത്തിൽ രാവണൻ കണ്ടു. അവൻ ഇലച്ചാർത്തുകൊണ്ട് ദേഹം മറച്ച് കീടവദ്ദേഹം പ്രാപിച്ച് അശോകവനിയിലിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം സീതാസവിധത്തിലെത്തി വാക്ശരങ്ങളെ കൊണ്ട് സീതയെ ഭേദിക്കേണ്ടിയിരിക്കുന്നു. ഈ വിവരമെല്ലാം അവൻ വേഗം രാമനെ അറിയിക്കും. ഉടനെ തന്നെ അദ്ദേഹം എത്തുകയും ചെയ്യും. എനിക്ക് വേഗത്തിൽ വൈകുണ്ഠപുരം പ്രാപിക്കുകയും ചെയ്യാം. ഇങ്ങനൊരു രംഗവും അതിലുണ്ട്. വായിച്ചിട്ടില്ല? ഇത് കഴിഞ്ഞാണ് ഇത് രാവണൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു എന്നതും കൂടി കാണുന്നത് ആഞ്ജനേയനാണ്.
ഇതനുസരിച്ചാണ് രാവണൻ വരുന്നതും. രാവണൻ എത്തുമ്പോൾ ആഞ്ജനേയൻ മറഞ്ഞവിടെ ഇരിപ്പുണ്ട്. രാവണൻ എത്തി സീതയോട് പറഞ്ഞു. സീത ഇന്നോളം കേൾക്കാത്ത ഒരു രാമഗാഥ രാവണൻ സീതയോട് പറയുന്നുണ്ട്. ശൃണു സുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ നിഖില ജഗദധിപമസുരേശമാലോക്യമം നിന്നിലേ നിമറഞ്ഞെന്തിരുന്നിടുവാൻ. അല്ലയോ സീതേ, എനിക്ക് നന്നായി അറിയാം നീ നിന്നിൽ മറഞ്ഞിട്ട് ഏതൊരു ഭൂമിയും ജലവുമെല്ലാം അഗ്നിയിൽ നിന്ന് ഉൽപ്പന്നമായോ അഗ്നിസ്വരൂപിണിയായ നീ അഗ്നിയിൽ മറഞ്ഞിട്ട് മായാരൂപിണിയായാണ് എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. അതികുതുകമോട് എന്നെ ഒന്ന് നോക്ക്. ത്വദ്ഗതമാനസനെന്നറികന്ന നീ ഭവതിതവരമണമഭിദശരഥ തനൂജനെ പർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടു. എത്ര കാലമായി ഞാൻ കാത്തിരിക്കുകയാണ്. ഭൂമിയിലെ രാവണകാലം 1000 ആണ്ടാണ്. കാരണം ഇങ്ങനെ നൊടിക്കുന്നതിന്റെ പകുതിയാണ്. രാമരാവണ കാലം ബ്രഹ്മകൽപ്പനയിൽ അരനൊടിയാണ്. ഒരു നിമിഷം, അതിന് അരനൊടി എന്ന് പറയും. ഒരു ഉന്മേഷം എന്നതും അരനൊടിയാണ്. ഒരു ഉന്മേഷവും ഒരു നിമിഷവും ചേർന്നാൽ ഒരു നൊടിയാണ്. ഭൂമിയിലേക്ക് രാമൻ എത്തുന്നതും ഭൂമിയിലേക്ക് രാവണൻ എത്തുന്നതും ഭൂമിയിൽ നിന്ന് രാമനും രാവണനും തിരിച്ചെത്തുന്നതും ചേർന്നുള്ള ആകെ സമയം രാമരാവണ കഥാ വൃത്താന്ത സമയം ഭാരതീയ സംസ്കൃതി പ്രകാരം ഒരു നിമിഷമാണ്. ഇമയൊന്നടച്ച് തുറക്കുന്ന സമയം. ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടില്ല ഒട്ടും. ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, വിഷ്ണു, ബ്രഹ്മാവ്, മഹേശ്വരൻ ഇവരൊക്കെ ചിലപ്പോഴെങ്കിലും ശാപഗ്രസ്തരായി ഭൂമിയിൽ വരാറുണ്ട്. രാമൻ 4 ശാപങ്ങളും പേറിയാണ് ഭൂമിയിലെത്തിയിരിക്കുന്നത്. അതും കേട്ടിട്ടില്ല. രാമന്റെ ആഗമന വൃത്താന്തം നിങ്ങൾക്ക് തന്ന വാൽമീകി യോഗവാസിഷ്ഠത്തില് സനൽകുമാരന്റെയും ദേവദത്തന്റെയും ഭൃഗുവിന്റെയും ജലന്ധര പത്നിയുടെയും ശാപം ഏറ്റുവാങ്ങിയ വിഷ്ണുവിന്റെ ആഗമനത്തിന്റെ കഥയാണ് പറയുന്നത്. കേട്ടിട്ടേ ഇല്ല. സത്യസന്ധമായി പറയാണ്. ബ്രഹ്മലോകത്തെത്തിയ വിഷ്ണു തന്നെ വേണ്ടവണ്ണം സ്വീകരിക്കാത്ത സനൽകുമാരനെ ശപിക്കുമ്പോൾ സനൽകുമാരൻ വിഷ്ണുവിനെ ശപിച്ചു. നിന്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് നീ ഭൂമിയിൽ മനുഷ്യനായി അലയട്ടെ എന്ന്. ഭൃഗുപത്നിയെ പ്രാപിച്ച വിഷ്ണുവിനെ ഭൃഗു ശപിച്ചു. വിഷ്ണു, നീ ഭാര്യാവിരഹം വന്ന്
അലയാനിടയാവട്ടെ എന്ന്. ജാലന്ധര വധത്തിൽ കുപിതയായ ജാലന്ധര പത്നി വിഷ്ണുവിനെ ശപിച്ചു. നീ വിരഹ ദുഃഖം അനുഭവിക്കുമാറാവട്ടെ എന്ന്. ദേവദത്തന്റെ ഭാര്യ ജലക്രീഡ നടത്തുമ്പോൾ, കുളിക്കാനെത്തുമ്പോൾ ജലക്രീഡ നടത്തിയ നരസിംഹമൂർത്തിയെ കണ്ട് ഭയന്നു മരിക്കുകയാൽ ദേവദത്തൻ ശപിച്ചു, ഭാര്യാവിരഹം നീ അനുഭവിക്കട്ടെ എന്ന്. 4 ശാപങ്ങളും ഏകകാലത്തിൽ അനുഭവിക്കുവാനെത്തിയ രാമൻ സപ്തർഷികളെ നിന്ദിച്ച് ഏറ്റവും വേഗത്തിൽ മോക്ഷം നേടുവാൻ വിഷ്ണുവിരോധത്തിൽ സംരംഭയോഗമനുഷ്ഠിച്ച് വിപരീത ഭക്തി, സംരംഭയോഗം, അതിന് രാവണനും കുംഭകർണനുമായി എത്തിയിരിക്കുന്ന ജയവിജയന്മാർ ബ്രഹ്മകൽപ്പനയിൽ ബ്രഹ്മത്തിൽ ഒരു നിമിഷമാണ് ബ്രഹ്മസമയപ്രകാരം അവരനുഭവിക്കുന്നത്. ഇതാണൊരു ഭാരതീയന്റെ സങ്കല്പത്തിലെ രാമായണം. അല്ലാതെ മണ്ണാഷായും ഷേഖ് എഴുതിയൊരു സാഹിത്യത്തിലെ വില്ലനും നായകനുമല്ല. കുഴഞ്ഞു മറിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതാകെ നിങ്ങളെ വിഷമത്തിലാക്കിയ പോലെ നിങ്ങളുടെ ഇരിപ്പ്. അതാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. നിങ്ങൾ പരിചയപ്പെട്ട രാവണനല്ല ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു. എന്തു പറയുന്നു? നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാൻ പുറപ്പെടുമ്പോൾ രാവണനെ കുറിച്ചൊരു ചിത്രം നിങ്ങളുടെ തലച്ചോറിലുണ്ട്? ഇല്ല. ദുഷ്ടനായ, നീചനായ, നിന്ദ്യനായ, വെറുക്കപ്പെട്ടവനാവേണ്ട. ശരിയല്ല. അധ്യാത്മരാമായണം മൂലപ്രകാരവും എഴുത്തച്ഛന്റെ രാമായണ പ്രകാരവും ബ്രഹ്മാവിന്റെ പുത്രന്റെ പുത്രന്റെ പുത്രനാണ് രാവണൻ. ബ്രഹ്മപുത്രനായ പുലസ്ത്യന്റെ പുത്രനായ വിശ്രവസിന്റെ പുത്രൻ സാമവേദി. ഏതൊരു ശിവനാണോ പാർവതിക്ക് രാമായണ കഥയെ പറഞ്ഞു കൊടുക്കുന്നത്, ആ ശിവന്റെ സർവകാല ഭക്തൻ. ഈ ഗുണപൗഷ്കല്യങ്ങളൊന്നും നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരിക്കലും ഹിന്ദു എന്ന നിലയിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ പാശ്ചാത്യ സാഹിത്യവും കലയും നിങ്ങളെ മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിയല്ല, ശരിയല്ല. നിങ്ങളുടെ വയസ്സായ വല്യമ്മമാർ ഒരുപക്ഷെ പാശ്ചാത്യ സാഹിത്യം പഠിച്ചിട്ടില്ലെങ്കിലും മക്കൾ പഠിച്ച് അവരുടെ ജനിതകത്തിലൂടെ നിങ്ങളുടെ ഉൾക്കാമ്പുകളിൽ വരെ ആ സാഹിത്യത്തിന്റെ മാധുരി കടന്നുകൂടിയതുകൊണ്ട് ഇന്ത്യൻ ദർശനങ്ങൾ പഠിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയല്ല. നിങ്ങൾ ചിരിച്ചു തള്ളുകയാണ് ഞാൻ പറയുന്നത്. എത്ര കൊല്ലമായി നിങ്ങൾ രാമായണം പഠിക്കുന്നു? നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു രാമായണത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നിട്ട് അത് വിശ്വസിക്കാതെ
രാമായണക്കാരൻ പറഞ്ഞത് വിശ്വസിക്കാതെ ഒരു രാവണനെ നിങ്ങൾ സൃഷ്ടിക്കുന്നു അന്തർഗതങ്ങളിൽ. മറുപടി പറഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ട്, സമയം കളയാതിരിക്കാം. അങ്ങനെ അല്ലെന്നെങ്കിലും പറ. അധ്യാത്മരാമായണത്തിൽ വളരെ വിശദീകരിച്ചാ കൊടുത്തിരിക്കുന്നത്, വളരെ വിശദീകരിച്ചാ കൊടുത്തിരിക്കുന്നത്. ഒരു വാക്ക് ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല. കൊടുത്തിട്ട് ഞാൻ അതിൽ പറഞ്ഞതല്ലാത്ത ഒരു വാക്ക് കൂടുതൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ സ്വാമിമാരും നിങ്ങളുടെ ആചാര്യന്മാരും നേതൃവൃന്ദവും ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ താക്കോൽ കയ്യിലെടുത്ത് നിങ്ങളെ പഠിപ്പിച്ചത് പാശ്ചാത്യ സാഹിത്യത്തിന്റെയും കലയുടെയും അന്തർമണ്ഡലങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങൾക്ക് കണ്ണുകളും നിങ്ങൾക്ക് കാതുകളും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നാവുകൾ സത്യം പറയുന്നതാണെങ്കിൽ, എഴുത്തച്ഛന്റെ രാമായണത്തിന്റെയോ അധ്യാത്മരാമായണ മൂലത്തിന്റെയോ അന്തർഗതങ്ങളിലൂടെ സുസൂക്ഷ്മം നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ ചേർത്തിട്ടാണോ നിങ്ങളോട് പറഞ്ഞതെന്ന്. ഞാൻ പദങ്ങളെടുത്ത് പുതിയ അർത്ഥങ്ങൾ നൽകി വ്യാഖ്യാനിച്ചില്ല. അതിലെഴുതിയ പദങ്ങൾ അതുപോലെ പറഞ്ഞതേയുള്ളൂ. അശോകവനിയിൽ ഒരു കീടം എന്ന പോലൊരു വാനരനെത്തിയിട്ടുണ്ടെന്നും അത് രാമൻ നിയോഗിച്ചതാണെന്നും അതുകൊണ്ട് സീതയെ വാക്ശരങ്ങൾ കൊണ്ട് ഭേദിക്കണമെന്നും അത് കേട്ടിട്ട് അവൻ ചെന്ന് പ്രഭുവിനോട് പറയുമെന്നും ഉടനെ തന്നെ പ്രഭു എത്തുമെന്നും തന്റെ വധം നിർവഹിക്കുമെന്നും തനിക്ക് വൈകുണ്ഠദേശം പ്രാപിക്കാമെന്നും സ്വപ്നം കാണുന്നു എന്നും സ്വപ്നം ചിലർക്ക് ചിലകാലം ഒത്തിടുമെന്നും രാവണനാണ് പറയുന്നത്, ഞാനല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വായിച്ചപ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങൾ മറന്നുപോയി. കാരണം നിങ്ങളിലെ പാശ്ചാത്യ പഠിപ്പ് അതിനെ മറച്ചു മറ്റെന്തോ നിങ്ങളുടെ ഉള്ളിൽ രാവണനെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ചിത്രീകരിച്ച രാവണനെയും രാമനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചു. രാമായണകാരന്റെ രാവണനും രാമനുമൊന്നും ഭാരതീയന്റെ അന്തർഗതങ്ങളിൽ ഇന്നില്ല. അപകടകരമായി പഠിപ്പ് ഹിന്ദു നാമധാരികളായ 1000 സമറ്റിക് കോലങ്ങളെ സൃഷ്ടിക്കാൻ ഈ രാജ്യത്തിടയാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം നിങ്ങളുടെ ബോധം നിങ്ങളുടെ നേതാക്കന്മാരുൾപ്പെടെ മറച്ചു തന്നിട്ട് മറ്റുള്ളവനെ തെറി പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ സനാതന സംസ്കൃതിയെ നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ പഠിക്കുമെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെയാണ് അത് മാറ്റിമറിക്കാൻ കഴിയുക? 1000 സംവത്സരങ്ങളിലൂടെ പോന്നൊരു സംസ്കൃതി അച്ഛനിൽ നിന്നും മകനിലേക്കും മകനിൽ നിന്നും മകന്റെ മകനിലേക്കും പാരമ്പര്യേണ പോകുന്നതിനെ ഇന്നലെ വന്ന ഒരുത്തന് മാറ്റിമറിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അവന്റെ പ്രവൃത്തിയല്ല. എന്റെ ഭാഷയ്ക്ക് രുചിത്വം കൂടിയാൽ നിങ്ങൾക്ക് സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ വഴി ഞാൻ നിർത്തിയേക്കാം. തിരിച്ച് ഞാൻ പറഞ്ഞ വഴിയിലേക്ക് തന്നെ വരാം. ആ രാവണൻ സീതയോട് പറയുന്നത്, അതികുതുകമോട് ഒന്ന് നോക്കിയിടുമം ത്വദ്ഗത മാനസനെന്നറിയുന്ന നീ ഭവതിയെയും ഒരു ശബര തരുണിയെയും. ഞാൻ ഇടയ്ക്കുന്നാ പറയുന്നത്, കാരണം മുഴുവനും വേണ്ട തെളിവിനെന്ന് വെച്ചാണ്. വളരെ കുറച്ച് മാനങ്ങൾ മതി, മുഴുവനായാൽ വളരെ വലുതാണ്.
ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ കണ്ടാൽ അവനില്ല ഭേദം പ്രിയയെ. ശോഭജനും ഒരവനിസുരവരനും അവനൊക്കുമി ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഇനി അങ്ങോട്ട് നിഷ്കിഞ്ചന പ്രിയൻ, ഭേദഹീനാത്മകൻ, നിത്യൻ, നിരാമയൻ, കൃതജ്ഞൻ, തുലും നിർമ്മമൻ, പണ്ഡിതമാനവാൻ. ഇതൊക്കെയാണ് രാവണൻ എഴുത്തച്ഛന്റെ രാമന് കൊടുക്കുന്ന വിശേഷണങ്ങൾ. അതിലെ ശബരതരുണിയെയും എന്നുള്ള ഭാഗം മൂലത്തിലില്ല, അത് എഴുത്തച്ഛൻ്റെതാണ്. ശോഭജനും ഒരവനിസുരവരനും അവനൊക്കും ഈ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ, അതും മൂലത്തിലില്ല. ബാക്കിയെല്ലാം മൂലത്തിലുള്ളതാണ്. ഇത് എഴുത്തച്ഛന് ഭക്തി വന്നപ്പോൾ വന്ന ഒരു ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റ് കൂടിയാണ്, എങ്കിലും ഇത് ഗംഭീരമായിട്ടുണ്ട്. അതിലും എഴുത്തച്ഛൻ എഴുതുമ്പോഴും രാവണൻ സീതയോട് പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയേ. സീതേ, നീയും ഒരു പറയ വനിതയും രാമൻ ഒരുപോലെയാണെന്നല്ല, അങ്ങനെയാണ് നിങ്ങൾ വായിച്ചത്. കാരണം ആധുനികന്റെ സംസ്കാരം അവൻ രാമായണത്തിൽ കയറ്റിവെച്ച് വായിച്ചു. അത് തെറ്റല്ല. ഭാരതീയ ദർശനങ്ങൾ നമുക്ക് നേരെ പിടിക്കുന്ന കണ്ണാടിയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. വായനയിൽ നമ്മുടെ സ്വഭാവം ചേർക്കാതെ ആ വരികളൊന്ന് വായിച്ചു നോക്കൂ. ഭവതിയെയും ഒരു ശബരതരുണിയെയും കണ്ടാലെന്നല്ല രാവണൻ പറഞ്ഞത്. കണ്ടോ ഭാഗം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഭവതിയെയും ഒരു ശബരതരുണിയെയും കണ്ടാൽ എന്നാണോ പറഞ്ഞേ? ആത്മന കണ്ടാൽ, ആത്മഭാവത്തിൽ തുല്യമാണെന്നാ രാവണനും പറഞ്ഞത്. ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാത്വദംശകേ ആത്മബുദ്ധ്യാത്വമേവാഹം. ആഞ്ജനേയൻ രാമനോട് പറയുന്നൊരു ഭാഗമുണ്ട്. ആത്മബുദ്ധിയിൽ സകലതും ഏകമാണെന്നത് ദർശനമാണ്. സീതയെ ആ രാമൻ ആത്മബുദ്ധിയിൽ സകലതും ഏകമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ച് വഷളാക്കിയല്ലേ രാവണൻ രാമനെ ചീത്ത വിളിക്കുന്നതാണ് ഈ വാക്കുകളെന്ന് കണ്ടെത്തിയത്. മനസ്സിലായില്ല. വാച്യമായി തന്നെ ഒരു വ്യംഗ്യവും വേണ്ട, ഒരു ലക്ഷണയും കൊണ്ടൊന്ന് വ്യാഖ്യാനിച്ച് രാവണനെ രക്ഷിക്കുകയും വേണ്ട. വാച്യമായി രാവണൻ പറഞ്ഞ വാചകം ആത്മബുദ്ധിയിൽ സീതയും ശബരിയും തുല്യമാണെന്നാ പറഞ്ഞു. ഇത് പറയുമ്പോഴോ സീതാന്വേഷണത്തിന് മുമ്പ് രാമൻ ശബരിയുടെ അടുക്കൽ എത്തുകയാണ്, നവവിധ ഭക്തി ഉപദേശിക്കുകയാണ്. ശബരി കടിച്ചു നോക്കിയ ഫലങ്ങൾ അശിക്കുകയാണ് മാതംഗമുനിയുടെ ആശ്രമത്തിൽ. രാമന്റെ ജീവിതത്തിൽ നടന്നത് ഉത്തമയെ നിനക്ക് ഞാൻ നവവിധ ഭക്തി ഉപദേശിക്കാം എന്ന് ശബരി ഓടെ രാമൻ എത്ര ഗംഭീരമായ പറഞ്ഞു കൊടുക്കുന്നത്. ആത്മബുദ്ധിയ ശബരിയിൽ രാമൻ സീതയിൽ നിന്ന് ഏത് വ്യത്യാസമാ പുലർത്തിയത്? രാവണൻ ആത്മബുദ്ധിയ എന്ന് പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആത്മന എന്ന് കാണാതെ പോയില്ലേ വായിച്ചപ്പോൾ? ചോദ്യം മനസ്സിലായില്ല അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക സീതയോട് രാമനെതിരെയാണ് രാവണൻ പറഞ്ഞതെന്ന്? ഭഗവത്ഗീതയിൽ പറയുന്ന
ബ്രാഹ്മണനും പശുവും പശുവിന്റെ മാംസം തിന്നുന്ന ചണ്ടാളനും പട്ടിയും ആര് സമമായി കാണുന്നുവോ അവൻ പണ്ഡിതനാണെന്ന് പറയുന്ന അതേ ഉദ്ധരണി രാവണൻ പറയുമ്പോൾ സ്വപജനും ഒരവനിസുരവരനും അവനൊക്കും 3 സന്ധ്യകളിലെങ്കിലും ഊക്ക് കഴിക്കുന്നവനാണ് ഉത്തമ ബ്രാഹ്മണൻ. രാവണൻ ഉത്തമ ബ്രാഹ്മണനാണ്, ശിവഭക്തനാണ്. ബാലചികിത്സ, അർക്കപ്രകാശം, ശിവതാണ്ഡവ സ്തോത്രം ഇവയുടെയൊക്കെ കർത്താവായി അറിയപ്പെടുന്നതും ഈ രാവണനെ തന്നെയാണ്. അത് വേറൊരു കഥ. തന്റെ ഭക്തനായ രാവണൻ, തന്റെ പ്രഭുവായ രാവണൻ, ഇവരുടെ സംഗമമാണ് ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നത്. ശിവഭക്തനും രാമഭക്തനുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാവണനെ രാമായണകാരൻ അവതരിപ്പിക്കുമ്പോൾ സീത തന്നെ രാമനെ കുറിച്ചുള്ള രാവണന്റെ കൽപ്പന എவ்விധമായിരിക്കും കേട്ടിട്ടുണ്ടാവുക. വിഭീഷണനോട്, കുംഭകർണനോട്, മണ്ഡോദരിയുടെ പിതാവായ മാല്യവാനോട് രാവണൻ തന്റെ ജന്മോദ്ദേശ്യമെല്ലാം പ്രകടമായി പറയുകയും രാമനെ കാത്തിരിക്കുന്ന വൃത്താന്തം പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇതേപോലെ തന്നെ ഇത്രയും സംഭവങ്ങളെ മുമ്പിൽ വെച്ച് രാമനും രാവണനുമായുള്ള ബന്ധമെന്ത്, രാമരാവണ കഥയെന്ത്, ഇതിന് രാമായണത്തിന്റെ അങ്കിയായ തത്വചിന്തയിലൂടെ നാം കടന്നു പോകേണ്ടിയും വരും.